പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. കഴിഞ്ഞ വർഷം പ്രസവം മൂലം എനിക്ക് റമദാൻ പൂർണ്ണമായും നോമ്പ് നഷ്ടപ്പെട്ടു. ഞാൻ അതിന് മുദ്ദു കൊടുക്കുകയും ചെയ്തു. ഈ വർഷം മുഴുവൻ നോമ്പും ലഭിച്ചു. എനിക്ക് ഷവ്വാലിലെ 6 നോമ്പുകൾ എടുക്കാൻ പാടുണ്ടോ എന്നാണ് ഒരു സഹോദരിയുടെ സംശയം. ഇവിടെ ഫിദിയ കൊടുക്കേണ്ടത്, ഒന്ന് വാർദ്ധക്യ സഹജമായി ഒരിക്കലും നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ ഒരിക്കലും നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത രോഗികളുമാണ് ഫിദിയ കൊടുക്കേണ്ടത്. മുലയൂട്ടുന്ന ഉമ്മമാർ, ഗർഭിണികൾ ഒക്കെ അവർ എപ്പോഴാണോ അവരുടെ പ്രയാസം ദൂരീകരിക്കപ്പെടുന്നത് അതിനുശേഷം അവർ നോമ്പ് ഖളാ വീട്ടുകയാണ് വേണ്ടത്. ഒരിക്കലും അവർക്കതിൽ ഫിദിയ അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട നോമ്പിന് പകരം പിന്നീട് നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. ഏതായിരുന്നാലും ഈ വർഷം അവർ നോമ്പ് പരിപൂർണമായി എടുത്തു എന്നിരിക്കെ പിന്നീട് അവർ ചെയ്യേണ്ടിയിരുന്നത് ഈ ഷവ്വാലിലെ 6 നോമ്പ് നോൽക്കുകയാണ് വേണ്ടിയിരുന്നത്. രോഗികളായ, ഒരിക്കലും നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത രോഗികൾക്കാണ് ഫിദിയ കൊടുക്കേണ്ടത്. അതുതന്നെയും അരസാ അഥവാ 2 മുദ്ദ് കൊടുക്കലാണ് ഏറ്റവും ശരിയായ മാർഗവും. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.